നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഖാദി തൊഴിലാളികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കുന്നതിന് സഹായകരമായ സമീപനമാണ് സർക്കാർ സ്വീകരിക്കുകയെന്ന് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ്. സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന തുക വെട്ടിക്കുറച്ചതിനെതിരെ LDF-ന്റെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്ത് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഓഗസ്റ്റ് മാസത്തിൽ രാജ്യത്ത് മൊത്തം 14 ദിവസം ബാങ്കുകൾ പ്രവർത്തിക്കുകയില്ല. നിയന്ത്രണം വിട്ട KSRTC ബസ് ഇടിച്ച് വീട്ടമ്മ മരിച്ചു. വാർത്തകൾ വിശദമായി. ഖാദി തൊഴിലാളികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കുന്നതിന് സഹായകരമായ സമീപനമാണ് സർക്കാർ സ്വീകരിക്കുകയെന്ന് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടുന്നതിനുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. തൃശൂർ ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ കാര്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല ഓണം ഖാദി മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജൻ ജെ പല്ലൻ MLA അധ്യക്ഷത വഹിച്ചു. മേളയിലെ ആദ്യ വിൽപ്പന ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത സ്ഥിരം ഉപഭോക്താവായ ജിജി രാജേഷിന് നൽകി നിർവഹിച്ചു. സമ്മാന കൂപ്പൺ വിതരണോദ്ഘാടനം തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ A പ്രസാദ് നിർവഹിച്ചു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ തൃശൂർ പ്രോജക്റ്റിൽ പ്രവർത്തിക്കുന്ന 19 നൂൽപ്പ് കേന്ദ്രങ്ങളും 10 നെയ്ത്ത് കേന്ദ്രങ്ങളും വഴി വിവിധ ഇനം തോർത്തുകൾ, ഷർട്ടിങ്ങുകൾ, ചവിട്ടികൾ, വൈവിധ്യമാർന്ന വസ്ത്രങ്ങൾ എന്നിവ ഉൽപ്പാദിപ്പിച്ച് വിപണനത്തിന് എത്തിച്ചിട്ടുണ്ട്. കൂടാതെ ഒളരിക്കര യൂണിറ്റിൽ നിർമ്മിക്കുന്ന ഫയൽ ബോർഡുകൾ, എള്ളെണ്ണ, ചന്ദനത്തിരി നിർമ്മാണ യൂണിറ്റുകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, കേരളത്തിലെ മറ്റു പ്രോജക്റ്റുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഖാദി ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങൾ എന്നിവയും മേളയിൽ ലഭ്യമാണ്. ഖാദി ഗ്രാമ സൗഭാഗ്യകൾ, ഏജൻസി ഭവനങ്ങൾ, വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ എന്നിവിടങ്ങളിലെ പ്രത്യേക ഓണം വിപണന മേളകൾ വഴിയും ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. 30% വരെ വിലക്കിഴിവോടെ ഓഗസ്റ്റ് 25 വരെയാണ് മേള സംഘടിപ്പിക്കുന്നത്. അതിന്റെ വിൽപ്പനയും അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം നടത്തി ചെറിയ വരുമാനം കണ്ടെത്തി പോകുന്ന ഒരു മേഖല കൂടിയാണ്. ഒരുപാട് തൊഴിൽ പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഖാദിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജീവനക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളുണ്ട്. പക്ഷെ എന്നാൽ കൂടി അതെല്ലാം തന്നെ നിങ്ങൾക്ക് പരിഹരിക്കപ്പെടാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടുന്നൊരു കാര്യം എന്ന് ഈ വകുപ്പ് നേരിട്ട് കൈകാര്യം ചെയ്യുന്നത് ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശനാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം വളരെ സെലക്റ്റീവായ കുറേ വകുപ്പുകൾ അദ്ദേഹത്തിന്റെ കൈവശം വെക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ മറ്റാർക്കും കൊടുക്കാതെ ഞാൻ നേരിട്ട് ഇടപെടേണ്ടതാണ് എന്നൊരു ബോധ്യത്തിൽ മാറ്റിവെച്ച വകുപ്പുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും ഈ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ആ പോരായ്മകളൊക്കെ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പ്. അപ്പോൾ ആ തരത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു സമീപനം സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. എന്നിരുന്നാൽ കൂടി നമുക്ക് മനുഷ്യരാണ്, നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിലുള്ള ഈ പ്രതിസന്ധികളൊക്കെ പരിഹരിക്കപ്പെടേണ്ടതാണ്. അതിനൊരു വേഗം കൂട്ടുന്നതിന് വേണ്ടി സ്വാഭാവികമായ ഇടപെടൽ ഞങ്ങളുടെ കൂടി ഭാഗത്തുനിന്നുണ്ടാകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഓഗസ്റ്റ് 25 വരെ നീണ്ടു നിൽക്കുന്ന റിബേറ്റ് ഉൾപ്പെടെ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓണത്തിന്റെ ആഘോഷ പരിപാടികളും മറ്റു കാര്യങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നു. ഖാദിയുമായി ബന്ധപ്പെട്ട ഈ ഓണം മേളയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഖാദിയുടെ പുറകില് ഒരു ഭയങ്കരമായ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒരു സാധാരണക്കാരായ
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാരിന്റെ വികസന വിരുദ്ധ നിലപാടുകൾക്കെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി നഗരസഭ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മാർച്ചും ധർണയും CPM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി അനിൽ കദളിക്കാടൻ അധ്യക്ഷത വഹിച്ചു. ഘടകകക്ഷി നേതാക്കളായ പോൾ പുല്ലൻ, ഉണ്ണി നാനാട്ടി, VJ ജോജി തുടങ്ങിയവർ സംസാരിച്ചു. CPI ജില്ലാ കൌൺസിൽ അംഗം ഉഷ പരമേശ്വരൻ, CPM ഏരിയ കമ്മിറ്റി അംഗം KA അജിതൻ, LDF പാർലമെന്ററി പാർട്ടി ലീഡർ ജിൽ ആന്റണി, കൌൺസിലർമാരായ ബിന്ദു ശശികുമാർ, VJ ജോജു, അഞ്ജന ശ്രീധരൻ, അൽഫോൺസ ചാക്കോ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലഭിക്കാൻ പോകുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രാദേശിക ഗവൺമെന്റ് എന്ന നിലയിലാണ് ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകി. അങ്ങനെ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളും പ്രാദേശിക ഗവൺമെന്റുകളായി മാറി. അതുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം എത്ര ശുഷ്കമായിരുന്നു, എത്ര നാമമാത്രമായിരുന്നു എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന തുക വെട്ടിക്കുറച്ചതിനെതിരെ LDF മേലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഏരിയ കമ്മിറ്റി അംഗം സിനി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗം MM രമേശ് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MS സുനിത, ഏരിയ കമ്മിറ്റി അംഗം PP ബാബു, മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PO പോളി തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലേക്കും ആഗസ്റ്റ് മാസം 1-ാം തീയതിയും അതുപോലെ തന്നെ 3-ാം തീയതിയുമായി സമരങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ഇതിനാധാരമായ വിഷയങ്ങളെ സംബന്ധിച്ച് എനിക്ക് മുമ്പ് സ്വാഗതം പറഞ്ഞ സഖാവ് MS സുനിത സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള മുഴുവൻ നിർദ്ദേശങ്ങളെയും ഒക്കെ തന്നെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഈ തരത്തിലുള്ള പദ്ധതികൾ വിഭാവനം ചെയ്ത് പദ്ധതി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതിനാവശ്യമായിട്ടുള്ള തുക സംസ്ഥാന സർക്കാർ നൽകാത്ത സാഹചര്യം വരുമ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്ലാൻ ഫണ്ട് വെട്ടിച്ചുരുക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നോക്കുകുത്തികളാക്കുന്നതിൽ പ്രതിഷേധിച്ച് LDF പരിയാരം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. RJD ജില്ലാ ജനറൽ സെക്രട്ടറി ജോർജ് V ഐനിക്കൽ ഉദ്ഘാടനം ചെയ്തു. KK ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജു മാടവന, ജനേഷ് P ജോസ്, PC മനോജ്, VM ടെൻസൻ, ജിബ്സി ജെയ്റ്റസ്, ജോൺസൺ മോറലി, ജോസഫ് കർത്തനാടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പരിയാരം കുരിശ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ സബ് ഇൻസ്പെക്ടർ K ബിജുവിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. എന്താണെന്ന് എനിക്ക് മുമ്പ് സംസാരിച്ചവർ എല്ലാവരും തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് കേരളം ഒട്ടാകെ, തൃശ്ശൂർ ജില്ലയിലടക്കം കേരളമൊട്ടാകെ, പരിയാരം പഞ്ചായത്ത് അടക്കം ഈ പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടുകൾ വെട്ടിക്കുറച്ചതിനെതിരെ UDF സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ, സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ശക്തമായ ഒരു ഗവൺമെന്റ് നിലനിന്നിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച UDF സർക്കാരിന്റെ നടപടികൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി LDF സംഘടിപ്പിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള മാർച്ചിന്റെ ഭാഗമായി കൊടകര LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. CPM ഏരിയ കമ്മിറ്റി അംഗം KJ ഡിക്സൺ ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം KO വർഗീസ് അധ്യക്ഷത വഹിച്ചു. CPM നേതാക്കളായ PR പ്രസാദൻ, KC ജെയിംസ്, CM ബബീഷ്, KD അപ്പച്ചൻ, അൻവർ സാദിഖ്, അമ്പിളി സോമം, സ്വപ്ന സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. മെയിൻ്റനൻസ് ഗ്രാന്റ് അതിൽ കുറവ് വന്നു. പട്ടികജാതി വിഭാഗത്തിന്റെ സവിശേഷമായ ജീവിത നിലവാരം ഉയർത്തുന്നതിന് സഹായകരമാകുന്നു. കൊടകരയിലെ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ ഗ്രാൻഡ് വെഡ്ഡിംഗ് വാർഷികം ലളിതമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. സ്ഥാപനത്തിന്റെ പാർട്ട്ണർമാരായ TK ശ്രീകുമാർ, VB സുരേഷ് ബാബു, TS നസീർ, TV വാസ്മിത്, കൊടകരയിലെ ആദ്യകാല വ്യാപാരി KR ദിനേശൻ എന്നിവർ സംസാരിച്ചു. പാർട്ട്ണർമാരും ജീവനക്കാരും ചേർന്ന് കേക്ക് മുറിച്ച് വാർഷികം ആഘോഷിച്ചു. തൃശൂർ ജില്ലയിൽ തന്നെ വിലകുറവിൽ ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ലഭിക്കുന്ന സ്ഥാപനം എന്ന പേര് കേട്ട ഗ്രാൻഡ് വെഡ്ഡിംഗ്സിൽ ഓണത്തെ വരവേൽക്കാൻ പുതുപുത്തൻ ശ്രേണിയിലുള്ള വിപുലമായ വസ്ത്രശേഖരമാണ് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും
ശതമാനം കൂപ്പൺ നൽകുന്നത് കൂടാതെ ഓഗസ്റ്റ് 10 മുതൽ 26 വരെ സ്ഥാപനത്തിൽ പർച്ചേസ് നടത്തുന്നവർക്ക് തൂഫാൻ സെയിൽ എന്ന പേരിൽ സർപ്രൈസും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്ന ഗ്രാൻഡ് വെഡ്ഡിംഗ്സിൽ പർച്ചേസിനെത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഗ്രാൻഡ് വെഡ്ഡിങ്സിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി നസീർ സാർ എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. സ്റ്റാഫിനോട് വേണ്ട കാര്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് നമ്മളുടെ ഇപ്പം 98% സാധനങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ നമ്മുടെ സർവീസ് കൊടുത്ത് നമ്മുടെ വിലക്കുറവ് നല്ല രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ആനിവേഴ്സറിയോടനുബന്ധിച്ച് വിലക്കുറവ് നല്ല രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇനിയിപ്പോൾ നമുക്ക് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ ആദ്യത്തെ വാർഷിക ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. പിന്നെ നമ്മൾ സ്റ്റാഫുകൾ എല്ലാവരും ഇപ്പോൾ 1 വർഷമായി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുവിധം എല്ലാവരുടെയും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ എല്ലാവരുടെയും അറിയാം ഗ്രാൻഡ് വെഡ്ഡിങ്സ്. ഇപ്പോൾ ഈ മേഖലയിലൊക്കെയും ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കിപ്പോൾ റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ 1 വർഷക്കാലം കൊണ്ട് നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സിനെ നമ്മൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും അതുപോലെ ഇനിയുള്ള വർഷങ്ങളിലും ഇനിയും കേട്ടറിഞ്ഞ് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾക്ക് ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ 1 വർഷമായി നമ്മളിവിടെ തയ്ച്ച് ഇവിടെ എല്ലാവരും കൂടി സന്തോഷത്തിലും എല്ലാവരും സൗഹൃദത്തിലും കൂടി ഇവിടെ സെയിലൊക്കെ നടന്ന് ഇല്ലേ? ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ എല്ലാവരും? അപ്പോൾ അതിന് നല്ലൊരു ആശംസ നേരാണ്. ഓഗസ്റ്റ് മാസത്തിൽ രാജ്യത്ത് മൊത്തം 14 ദിവസം ബാങ്കുകൾ പ്രവർത്തിക്കില്ല. പ്രാദേശിക ദേശീയ അവധികളും ഞായറാഴ്ചകളും 2ാമത്തെ ശനിയാഴ്ചയും 4ാമത്തെ ശനിയാഴ്ചയും അടക്കമുള്ള ബാങ്കുകളുടെ അവധി കണക്കാണിത്. സംസ്ഥാനാടിസ്ഥാനത്തിൽ ബാങ്കുകളുടെ അവധി ദിനങ്ങളിൽ വ്യത്യാസമുണ്ടാകും. വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് ബാങ്കുകൾക്ക് അവധി. കേരളത്തിൽ ഞായറാഴ്ചകളിലും 2ാമത്തെ ശനിയാഴ്ചയും 4ാമത്തെ ശനിയാഴ്ചയും സ്വാതന്ത്ര്യദിനത്തിനും 1-ാം ഓണത്തിനും തിരുവോണത്തിനും ശ്രീനാരായണ ഗുരു ജയന്തിക്കും ബാങ്കിന് അവധിയാണ്. ഓഗസ്റ്റിൽ മൊത്തം കേരളത്തിൽ 11 ദിവസമാണ് ബാങ്ക് അവധിയുള്ളത്. അവധി സമയത്തും ഓൺലൈൻ ഇടപാടുകൾ നടത്താൻ സാധിക്കും എന്നത് ഇടപാടുകാർക്ക് ആശ്വാസമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്ന ഹോളിഡേ കലണ്ടർ അനുസരിച്ചാണ് ഓഗസ്റ്റ് മാസത്തിൽ 14 ദിവസം ബാങ്ക് അവധി വരുന്നത്. തിരുവനന്തപുരത്തും കൊല്ലത്തും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് കണക്കുകൂട്ടുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ നിലനിൽക്കുന്ന തീരദേശ ന്യൂനമർദ്ദ പാത്തിയും വടക്കൻ കർണാടകയിൽ നിന്ന് കന്യാകുമാരി വരെ തെക്കൻ കർണാടക, കേരളം, തമിഴ്നാട് വഴി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ന്യൂനമർദ്ദ പാത്തിയുമാണ് മഴയെ സ്വാധീനിക്കുന്നതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മധ്യ രാജസ്ഥാന് മുകളിലായി ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെയെല്ലാം സ്വാധീന ഫലമായി വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. ചൊവ്വാഴ്ച മഴ ദുർബലമാകുമെങ്കിലും വ്യാഴാഴ്ച മുതൽ സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകുമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിൽ പറയുന്നുണ്ട്. ചൊവ്വാഴ്ച തൃശൂർ, പാലക്കാട്, തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ബുധനാഴ്ച ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല. എന്നാൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും വിവിധ ജില്ലകളിൽ ശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. 1,05,760 രൂപയാണ് 1 പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 13,220 രൂപ നൽകണം. എണ്ണവില കുറഞ്ഞതടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം ആദ്യമായാണ് എണ്ണവില ബാരലിന് $85 താഴെ എത്തുന്നത്. അമേരിക്ക ഇറാൻ സംഘർഷത്തിന് അയവ് വന്നതാണ് എണ്ണവില കുറയാൻ കാരണം. ഇതിനു പുറമെ പലിശ നിരക്കിൽ മാറ്റം വരുത്തേണ്ട എന്ന അമേരിക്കൻ കേന്ദ്ര ബാങ്കിന്റെ തീരുമാനവും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ച് സംസ്ഥാനത്തെ വിലയിൽ വ്യതിയാനം
തീരുമാനങ്ങൾ തുടരാൻ സാധ്യതയുണ്ട്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. നിയന്ത്രണം വിട്ട KSRTC ബസ് ഇടിച്ച് വീട്ടമ്മ മരിച്ചു. തിങ്കളാഴ്ച രാവിലെ 6 മണിയോടെ ദേശീയപാത പുതുക്കാട് ജംഗ്ഷനിലായിരുന്നു അപകടം. പുതുക്കാട് കഞ്ഞുപാടം പൊരന്തരപ്പള്ളി റോയ്സൺ ഭാര്യ 48 വയസ്സുള്ള സിന്ധുവാണ് മരിച്ചത്. പുതുക്കാട് KSRTC സ്റ്റാൻഡിൽ നിന്നും ചാലക്കുടിയിലേക്ക് സർവീസ് നടത്തുന്ന ഓർഡിനറി ബസ്സാണ് നിയന്ത്രണം വിട്ട് റോഡ് വക്കിലൂടെ നടന്നു പോയിരുന്ന സിന്ധുവിനെ ഇടിച്ചിട്ടത്. തെറിച്ചു വീണ സിന്ധുവിന്റെ ശരീരത്തിലൂടെ ബസിന്റെ പിൻചക്രം കയറിയിറങ്ങി. ബസ് റോഡ് വക്കിലെ ബേക്കറിയുടെ ഷട്ടറിൽ ഇടിച്ചു നിന്നു. ഹൃദയാഘാതം മൂലം ഡ്രൈവർ ബസ്സിൽ കുഴഞ്ഞു വീണതിനെ തുടർന്നാണ് ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത്. മകൾ ആൻമരിയയെ ബസ് കയറ്റാനായി സ്കൂട്ടറിൽ കൊണ്ടുവന്ന സിന്ധു മകളെ ബസ് കയറ്റിവിട്ട ശേഷം സ്കൂട്ടർ എടുക്കാൻ പോകുന്നതിനിടെയായിരുന്നു അപകടം. സിന്ധുവിന്റെ സംസ്കാരം നടത്തി. ഡ്രൈവർ എറണാകുളം ചോയ്ക്കര മോളത്ത് വീട്ടിൽ കുടപ്പന്റെ മകൻ 51 വയസ്സുള്ള ബാബുവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊറിയർ പാർസൽ സർവീസുകളുടെ മറവിൽ ഓൺലൈൻ കൂട്ടായ്മകൾ രൂപീകരിച്ച് ലഹരിമരുന്ന് വിൽപ്പന നടത്തിവന്ന സംഘത്തിനെ 6 കിലോ 50 ഗ്രാം കഞ്ചാവുമായി പിടികൂടിയ കേസിൽ ഒരു പ്രതിയെ കൂടി അറസ്റ്റ് ചെയ്തു. ഹൈദരാബാദിൽ നിന്നുമാണ് പാലക്കാട് അലനല്ലൂർ സ്വദേശി പാലക്കാത്തോടി വീട്ടിൽ 25 വയസ്സുള്ള അഭിഷേകിനെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജനുവരി 24 വൈകിട്ട് 5 മണിയോടെ കൊമ്പിടിഞ്ഞാമാക്കിൽ വെച്ച് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 6 കിലോ 50 ഗ്രാം കഞ്ചാവുമായി ചാലക്കുടി മൂഞ്ഞേലി അമ്പൂക്കൻ വീട്ടിൽ 28 വയസ്സുള്ള ജിത്തു വർഗീസ്, തിരുത്തിപ്പറമ്പ് ചില്ലായി വീട്ടിൽ 25 വയസ്സുള്ള ഷൈൻ ഷിജു എന്നിവരെ ആളൂർ പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടി റിമാൻഡ് ചെയ്തത്. ഇവർക്ക് കഞ്ചാവ് അയച്ചു കൊടുത്ത പ്രധാന പ്രതിയായ ഇടുക്കി തൊടുപുഴ ഒളമറ്റം സ്വദേശി ചെറ്റാരിക്കൽ വീട്ടിൽ 25 വയസ്സുള്ള മാത്യുവിനെ തൊടുപുഴയിൽ നിന്ന് കഴിഞ്ഞ മാസം 27 അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളെയും റിമാൻഡ് ചെയ്തു. ഈ കേസിലെ 1-ാം പ്രതിയായ ജിത്തു വർഗീസുമായി അഭിഷേക് ഓൺലൈൻ വഴി പണമിടപാടുകൾ നടത്തിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് അഭിഷേകിന്റെ നിർദ്ദേശപ്രകാരമാണ് കൊറിയർ മാർഗം ജിത്തു വർഗീസിന് കഞ്ചാവ് അയച്ചു കൊടുത്തതെന്ന് വ്യക്തമായത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അഭിഷേകിനെ കൂടി ഈ കേസിൽ പ്രതി ചേർത്തത്. ആളൂർ പോലീസ് സ്റ്റേഷൻ SI അമൽ ജോയ്, SI ജെയ്സൺ, GASA മിനിമോൾ, GS CPO ജിബിൻ വർഗീസ്, CPO വിശാഖ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഖാദി തൊഴിലാളികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കുന്നതിന് സഹായകരമായ സമീപനമാണ് സർക്കാർ സ്വീകരിക്കുകയെന്ന് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ്. സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന തുക വെട്ടിക്കുറച്ചതിനെതിരെ LDF-ന്റെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്ത് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി. മുഴുവൻ നിർദ്ദേശങ്ങളെയും ഒക്കെ തന്നെ ഓഗസ്റ്റ് മാസത്തിൽ രാജ്യത്ത് മൊത്തം 14 ദിവസം ബാങ്കുകൾ പ്രവർത്തിക്കുകയില്ല. നിയന്ത്രണം വിട്ട KSRTC ബസ് ഇടിച്ച് വീട്ടമ്മ മരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.